എടാ ഖലീഫ ഫിലിം കണ്ടു കേട്ടോ. ഞാൻ കുറേ റിവ്യൂ കണ്ടു, വളരെ മോശപ്പെട്ട റിവ്യൂ. അങ്ങനെ ഈ പടത്തിന് പോകാതിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തിട്ട് ആ പടത്തിന് പോകുന്ന പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് ഞാൻ. ഈ പടത്തിന് ഇതിന് മാത്രം ഡീഗ്രേഡ് ചെയ്യാൻ എന്താ ഉള്ളതെന്ന് ഞാൻ ആലോചിക്കണം. എത്രമാത്രം മോശപ്പെട്ട കമൻറ്റുകളും ഈ പടം അങ്ങനെ പോരാ ഇങ്ങനെ പോരാ, ഒരു 200 റുപ്യ കൊടുക്കണേലുള്ള വർത്ത് കേട്ടോ ഉള്ളത് പറയാലോ. അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സായിയൊക്കെ പോയിരിക്കണം, നമ്മളെ സീക്രട്ട് ഏജൻ്റൊക്കെ പോയിരിക്കുന്ന ഒരു പരിപാടിയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാലുള്ളൂ മറ്റേ റിവ്യൂ നന്നായിട്ട് പറയാന്നൊക്കെ പറഞ്ഞൊരു സംഭവം കിട്ടും. ഞാൻ അന്നത് വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പം എന്തോ വിശ്വസിക്കണം എന്ന് തോന്നുന്നു. ഞാനിത് പറയണത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും വന്നിട്ട് എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയില്ല, അതുകൊണ്ട് എനിക്കൊരു ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് പറയണമെന്നല്ല. ആ പടം കണ്ടിരിക്കാനുണ്ടോ മക്കളെ, അത്ര നന്നായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്, അത്ര നന്നായിട്ട് എൻ്റെ മ്യൂസിക്, നല്ല പാട്ടുകളുണ്ട്. അത് നമ്മളെ മുത്തു എഴുതിയ നല്ല കിടിലൻ പാട്ടുകളുണ്ട്. പിന്നെ അതിൽ മറ്റേ സഞ്ജു ശിവറാണെങ്കിൽ ശരി, കിട്ടിയ റോള് എത്ര റോളിൽ മാറ്റി വെച്ചിട്ട് വന്ന ആളാണ്. നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആണെങ്കിലും ശരി, അതിൽ ഡ്രസ്സിങ്ങും, അതായത് ആ പഴയ കാലത്തിലേക്ക് പോയപ്പോൾ നമുക്ക് പഴയ ഒരു അൻപുറത്തെ സീനൊക്കെ നമുക്ക് ഓർമ്മ വന്നു. രഞ്ജി പണിക്കർ ആണെങ്കിലും ശരി, ഒരു സാധാരണ നിങ്ങൾ വലിയ ബിൽഡപ്പിൽ പോകാനല്ല പറഞ്ഞത്, ഒരു പടം നിങ്ങൾക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു വൾഗറും ഇല്ലാത്ത നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല ഫിലിമാണെന്ന് തന്നെ ഈ പടത്തിനെ പറയാം. എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇതിന് ഡീഗ്രേഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾക്കൊക്കെ എത്രമാത്രം സങ്കടം ഉണ്ടാവും. കാരണം അത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാൻ ഈ പടമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്, കാരണം ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇത് കാണാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കാണാതിരിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ സങ്കടക്കാരം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യണത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് പൃഥ്വിരാജിനോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ബാക്കിയുള്ള ഫിലിം സ്റ്റാർസിനായിട്ട് ദേഷ്യം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാനുള്ളൊരു പടം അല്ല കേട്ടോ ഇത്. അത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രസത്തിൽ കണ്ടിരിക്കാനുള്ളൊരു പടമാണ്. എനിക്ക് അവസാനത്തിൽ വന്ന നായകന്മാർ അതിൽ വേണമെന്നുള്ളത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക്, കാരണം അതില്ലെങ്കിലും ആ പടം വളരെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. അതും നമ്മളെക്കാട്ട് നമുക്കിങ്ങനെ വായുണ്ടിരുന്ന് പറഞ്ഞാൽ എത്ര കാലം ഫിലിമൊക്കെ എടുത്ത ആൾക്കാർ അവരുടെ പരിചയ സമ്പത്ത് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഓവറോൾ എനിക്ക് ഈ പടത്തിന് ഒരു 10-ൽ 8 മാർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. നിങ്ങൾ കണ്ടവർ കൂടെ ഈ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്. കാരണം എനിക്കത് അപ്രതീക്ഷിതമായിട്ട് കണ്ടാണെങ്കിലും എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണിത്.